الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم لتبلغن في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. ഏതാനും ഖുതുബകൾ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ നിർവഹിച്ചിരുന്നത്. ആ വിഷയത്തിൽ ഇനിയും നന്നായി ശ്രദ്ധിക്കണമെന്നും ഇനിയും വിവിധ വിഷയങ്ങളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് പിന്നീട് അത് വിശദീകരിക്കുകയും ചെയ്യാം. നിലവിലുള്ള മുസ്ലിം സമൂഹം എന്ന നിലയ്ക്ക് ഒരു മുസ്ലിങ്ങൾ തങ്ങളുടെ നിലവിലെ അവസ്ഥയെ സംബന്ധിച്ചും ലോക സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഇടക്കിടക്ക് ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മൾ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് ഒരു ആത്മീയമായ എന്തോ ചില സംഗതികളുടെ മാത്രം പേരല്ല. അതൊരു സമ്പൂർണ്ണ ജീവിതത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. ലോകത്ത് മുസ്ലിങ്ങൾ എന്നും ചർച്ചാ വിഷയമാണ്. ഏത് കാലത്ത് അത് റസൂലുള്ളാഹിയുടെ കാലം മുതൽ നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമാണ് എല്ലാ കാലത്തും ലോകത്തിന്റെ മുമ്പിൽ ചർച്ചയാകുന്ന മതം. മുസ്ലിങ്ങളാണ് ചർച്ചയാകുന്ന സമൂഹം. പുതിയ കാലത്ത് പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ മേഖലകളിലൊക്കെ ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് മുഖ്യ ചർച്ചാ വിഷയം. അതില് ദേശീയ അന്തർദേശീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പുതിയ ഒരു ഘടന നമ്മുടെ നാട്ടുകളിൽ, നമ്മുടെ സംസ്ഥാനത്ത് അടക്കം വളരെ ആസൂത്രിതമായ ഇസ്ലാമോഫോബിയ, ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ, മുസ്ലിം വിരുദ്ധ നിലപാടുകൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന അടുത്തോളം അത് വളരെ ആഴമുള്ളതും വളരെ ഗൗരവമുള്ളതുമായ ചില സംഗതികളാണ്. ഇന്ത്യയിൽ സവർണവർഗീയ ഫാസിസം അധികാരത്തിലെത്തുന്നതിൽ എടുത്ത ഒരുപാട് തന്ത്രങ്ങളുണ്ട്, ഒരുപാട് നിഗൂഢ പരിപാടികളുണ്ടായി. ഉദാഹരണം,
ഇന്ത്യയിൽ അംഗീകൃതമായ ചില സ്ഫോടനങ്ങൾ അത് നടത്തിയതൊക്കെ അവരെന്നെ. പക്ഷെ അതിലൊക്കെ പ്രതികളായി പിടിക്കപ്പെട്ടവർ മുസ്ലിമീങ്ങൾ. എന്നിട്ട് ആ മുസ്ലിങ്ങളെ കൊണ്ട് നെഗറ്റീവ് കഥകൾ ഉണ്ടാക്കുക, നരേഷൻ സൃഷ്ടിച്ചെടുക്കുക. തങ്ങളാണിത് ചെയ്തത്, തങ്ങൾക്ക് പ്രചോദനം ഇന്നതാണ്, ഇന്ന സംഘടനകളാണ്, ഇന്ന വേദഗ്രന്ഥ ഖുർആനാണ്, അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മോചനം തരാമെന്ന് വാഗ്ദാനം കൊടുക്കുകയും എന്നിട്ട് അതിൽപ്പെട്ട ചില ആളുകളെ പ്രതികളാക്കുകയും മറ്റു പലരെയും വെറുതെ വിടുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമുണ്ട്. അതിൽ നമുക്കൊക്കെ അറിയാം, മലകാവ് സ്ഫോടനമൊക്കെ നടത്തിയ യഥാർത്ഥ പ്രതികൾ പിന്നീട് ജയിലിൽ വന്നപ്പോൾ മറ്റാവശ്യത്താൽ ജയിലിൽ എത്തിയപ്പോൾ അതിൽ ശിക്ഷിക്കപ്പെട്ട മുസ്ലിമീങ്ങളാണ് അവർ കാണുന്നത്. അപ്പൊ ഇത് ഒരുപാട് സ്ഫോടനങ്ങളിൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പ്രതികളാകുന്നു, സ്ഫോടന പരമ്പരകൾ ഉണ്ടാകുന്നു. ഇതിനെ ശരിക്ക് സവർണവർഗീയ ഫാസിസം ഉപയോഗപ്പെടുത്തി. ഇസ്ലാം അപകടകരമാണ്, മുസ്ലിംകൾ ഭീകരന്മാരാണ്, അവര് രാജ്യത്തിന് അപകടമാണ്. ഇത് ക്രമേണ ക്രമേണ വളരെ ആഴത്തിൽ വളരെ പരപ്പിൽ ഇങ്ങനെ ആശയ രൂപീകരണം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് മേഖലകളിൽ വിവിധ തലങ്ങളിൽ ഇതുപോലെ കള്ളത്തരങ്ങളും നിഗൂഢതകളിലൂടെയും മുസ്ലിംകളെ പ്രതികളാക്കിക്കൊണ്ടും മുസ്ലിംകൾ കുറ്റവാളികളാക്കിക്കൊണ്ടും ഇസ്ലാം അപകടമാക്കിക്കൊണ്ടും ഉള്ള ഒരവസ്ഥ സൃഷ്ടിച്ച് അങ്ങനെയാണ് അധികാരത്തിലെത്താമെന്നതോ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ കയറിയാൽ പോലും പകുതിയുടെ അടുക്ക ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. ചെയ്തവരിൽ തന്നെ 61% മറിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു. 31% വോട്ട് കിട്ടുന്ന ആളുകളാണ് അധികാരത്തിലെത്തുന്നത്. അതിൽ തന്നെ പല കള്ളത്തരങ്ങളും നടക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ദേശീയ തലത്തിൽ 3ാമത് അധികാരത്തിൽ അവരെത്തുമ്പോൾ ഇസ്ലാം മുക്തമായ ഒരു ഭാരതമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നടക്കൂല എന്നുള്ളതല്ല, പക്ഷെ നടക്കൂല എന്നെല്ലാവർക്കും അറിയാം. ഇസ്ലാമിനെ ഇല്ലാതാക്കാനൊന്നും കഴിയില്ല എന്നറിയാം. പക്ഷെ അതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. 20 കോടി മുസ്ലിമുകൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 200 മില്യൺ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് മഹാമണ്ഡത്തരമാണെന്ന് മാത്രമല്ല, എല്ലാവർക്കും അറിയാം അത് മുസ്ലിങ്ങളെ എണ്ണം വർദ്ധിക്കുകയോ വികസിക്കുകയോ ചെയ്യാം. പക്ഷേ മുസ്ലിം മുക്തമായ ഭാരതമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ആ ചില കാഴ്ചപ്പാടുകൾ ഇവിടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരികയാണ്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് അതിനേക്കാൾ സങ്കടകരമായ ചില സംഗതിയാണ്. നമ്മൾ കരുതിയത് കേരളം എന്ന് പറയുന്നത് ഈ വർഗീയ ഭാഷത്തിന് വീട് കൊടുക്കാത്ത കുറെ കൂടി ശക്തമായ തലമുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ഒരു കാരണം 27% ഏറ്റവും കൂടുതൽ ആളുകളുടെ സമൂഹം മുസ്ലിം സമൂഹമാണ്. ഈഴവർ 24%, നായന്മാര് 8-12%. പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതാവ് തീരുമാനിക്കുക ആരാണ് മുഖ്യമന്ത്രിയാകുന്നത്. 5ാമതൊരാൾ 27%, ഏറ്റവും കൂടുതലുള്ള കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലും വളരെ കുറവല്ലേ ഉള്ളൂ. 27% ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 5ാമതൊരു മന്ത്രി വരുമ്പോൾ മഹാപ്രശ്നമാണ്, അപകടമാണ്. വെറും 8% നായർ സമൂഹത്തിൽ നിന്ന് 12% നായർ സമൂഹത്തിൽ നിന്ന് 8 മന്ത്രിമാർ. അത് ഇന്നൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇത് മുസ്ലിമീങ്ങൾ ഒരിക്കലും ഇവിടെ വളരാനോ വികസിക്കാനോ പാടില്ല. പോലീസ് സേനയിൽ വളരെ കുറവ്, ഉദ്യോഗാർത്ഥികളിൽ വളരെ 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 പിന്നിൽ, എല്ലാത്തിലും മുസ്ലിങ്ങൾ പിന്നിലാണെങ്കിൽ പോലും ഇതാ മുസ്ലിമീങ്ങൾ വരുന്നു, അധികാരത്തിലെത്തുന്നു, 4 ആൾ IAS-കാരാകുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരാകുന്നു, അവരിൽ ഒരു മന്ത്രി അധികം ഉണ്ടാകുന്നു എന്നൊക്കെ അവർ പറയുന്നത് എന്തോ ഭീതിജനകമായ സംഗതിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരാളെ കുറിച്ച് വ്യംഗ്യമായി പറഞ്ഞതിന്റെ പേരിൽ പോലും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് സംസ്ഥാനം. പക്ഷെ വളരെ പച്ചക്ക്
വളരെ പച്ചക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെല്ലാവരും വർഗീയവാദികളാണ്, നിങ്ങളെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയിക്കോ, നിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് പരസ്യമായി ചാനലിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർക്കെതിരെ ഒന്നും ഒരു അനക്കവും ഇല്ല. അത് ഭരിക്കുന്നത് സംഘപരിവാർ സംഘം അല്ലെങ്കിൽ പോലും അനങ്ങുന്നില്ല. കാരണം അത് അനങ്ങൂല. കാരണം അത്രത്തോളം ഇത് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ഇസ്ലാം വിരുദ്ധ നിലപാടിലേക്ക് വളരെ ബോധപൂർവ്വം അവരെത്തിച്ചു. ഹിന്ദു സമൂഹത്തിലെ സവർണവർഗീയ ഫാസിസ്റ്റുകളെ ഉള്ളൂ, പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ വലിയൊരു വിഭാഗം ആളുകൾ എന്താ കാരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവര് ഇസ്ലാമിന്റെ ആളുകളെ ശത്രുവായി കാണുന്നു, അവരുമായി ഇടപാടുകൾ നടത്തരുതെന്ന് പഠിപ്പിക്കുന്നു, കച്ചവട സാധനം വാങ്ങരുതെന്ന് പഠിപ്പിക്കുന്നു. എത്ര ഭീകരമായ വർഗീയതയാണ് വിദ്യാഭ്യാസമുണ്ടെന്ന് പറയപ്പെടുന്ന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കുക എന്നത് വളരെ വളരെ അനിവാര്യമാണ്. പകരം തിരിച്ചു വർഗീയത കാണിക്കലല്ല മാർഗം. ഈ തിന്മകളെ നമുക്ക് നന്മ കൊണ്ട് പ്രതിരോധിച്ച് അവരെ ആത്മമിത്രമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹം അതേപോലെ അവര് ഒരിക്കലും നിന്നലും ഒരുതരം അപകർഷതാബോധം ഏറ്റുവാങ്ങിയവരുമായിട്ട് മുസ്ലിങ്ങൾ മാറാൻ പാടില്ല. രണ്ട് അപകടത്തിൽ ഉണ്ടാകേണ്ടത്, ഒന്ന് എല്ലാവരും മുസ്ലിങ്ങൾക്ക് എതിരാകുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരു നിന്യതാബോധം അനുഭവപ്പെടുകയാണ്. തങ്ങൾ എന്തെങ്കിലും തോന്നിപ്പോവുകയാണ്. ഒരു കുഴപ്പവും ചെയ്യാത്ത ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയൊക്കെ ഭീകരമായിട്ടാണ് അവതരിപ്പിച്ചത്. 70 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇന്ത്യ കണ്ട 10,000-കണക്കിന് വർഗീയ കലാപങ്ങളിൽ ഒന്നിൽ പോലും ഒരു ചെറിയ പങ്ക് വഹിക്കാതെ വർഗീയ കലാപങ്ങൾക്ക് ഇരയായവർക്ക് റിലീഫെത്തിച്ചും സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെ പച്ചക്ക് ഒരു ചെറിയ ഒരാളെ പോലും അടിച്ച കേസ് പോലും, അങ്ങോട്ട് പോയി അടി നടത്തിയ കേസ് പോലും ഇല്ലാതെ, എന്റെ ഭാഷ പറഞ്ഞിട്ട് അടി കൊള്ളുക പോലും ചെയ്യാതെ ഇത്രയും സമാധാനപൂർണമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ നിത്യേന കൊല നടത്തി കൊലയാളികൾ എംഎൽഎമാരടക്കം കൊലയാളികളായി ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഭീകര പ്രസ്ഥാനമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഭീകര പ്രസ്ഥാനങ്ങളായിട്ട് അവതരിപ്പിക്കുകയാണ്. ശരിക്കും പണ്ടൊക്കെ കേട്ടിട്ടുള്ളത് ആടിനെ പട്ടിയൊക്കെ അത് കേട്ടിട്ട് പച്ചക്ക് ആടിനെ പോലും അല്ല, പൂച്ചയെ പോലും പട്ടിയാക്കി, ആടിനെ പൂച്ചയെ പോലും സിംഹമാക്കുന്ന ഭയങ്കര വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത്. എവിടെയാണ് നമ്മൾ വളരെ അതിൽ തന്നെ ഒരുപാട് നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഒരു മുസ്ലിം സംഘടനയെങ്കിലും പ്രതിയാക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ 1-2 മുസ്ലിം സംഘടനകളെ പ്രതിയാക്കുമ്പോൾ മുസ്ലിം സംഘടനകൾ തമ്മിൽ അടിപിടി കൂടുകയാണ്, മുസ്ലിം സംഘടനകൾ തമ്മിൽ തല്ലുകൂടാണ്. ഇങ്ങനെ ഏറ്റവും ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് ആക്രമിച്ചുകൊണ്ട് സവർണവർഗീയ ഫാസിസത്തിന്റെ മുന്നിൽ അണിനിരക്കുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാര് നിസ്സാര വിഷയത്തിൽ തർക്കിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ റജബ് മാസത്തിന്റെ തർക്കത്തിലാണ് എല്ലാ ചാനലുകളും. റജബ് മാസത്തിന്റെ തർക്കം, സംഘപരിവാറിന് റജബ് മാസം, ഈശ്വരന് റജബ് മാസം, അവരങ്ങനെ ഇരുന്ന് മുസ്ലിങ്ങളെ മുഴുവൻ ഇതാക്കുമ്പോൾ നമ്മളെ പോലെ മൊല്ലന്മാര് ഇരുന്നിട്ട് റജബ് മാസം അല്ലെങ്കിൽ സന്നദ്ധാന സമ്മേളനത്തിന് വിളിക്കാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരിക്കുന്ന ഈ മുസ്ലിം സംഘടന മതമൗലിക പ്രസ്ഥാനമാണ്, ഇവർ തമ്മിൽ തല്ലിക്കാൻ ഉദ്ദേശം ശരിക്കും നടപ്പാക്കണം. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല ചിലപ്പോൾ ഈ പരീക്ഷണങ്ങൾ തരുന്നത് മുസ്ലിങ്ങളെ സംഘടിക്കാൻ, അവരിൽ ഉത്ബോധനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഹിക്മത്തായിരിക്കും. സാധാരണ പറയാറുണ്ട്, ബദറിൽ, അതായത് മക്കയിലുണ്ടായതിനേക്കാൾ ഇസ്ലാം വളരെ ശക്തിയായി വളർന്നത് മദീനയിലാണ്. കാരണം മദീനയിലാണ് ബദറും ഉഹദും ഖന്തക്കും ഹുനൈനും അതേപോലെ തന്നെ യർമൂക്കും എല്ലാം മദീന കാലത്താണ് ഉണ്ടായത്. അതൊക്കെ യുദ്ധങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഇസ്ലാം നശിക്കുകയാണ്. ആ യുദ്ധത്തിന് ശേഷം ഇസ്ലാം പുനർജനിക്കുകയാണ് ചെയ്യുക.
ഇസ്ലാം കർബലകളിൽ ഇസ്ലാം നശിക്കല്ല, ഇസ്ലാം കർബലകൾക്ക് ശേഷം പുനരുജ്ജീവിപ്പിക്കുക ചെയ്യാം. അഹ്സാബ് യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ വിറകൊടുപ്പിച്ചു. പക്ഷെ അതിന്റെ ഗുണം മുസ്ലിങ്ങളെ ഈമാൻ സ്ഫുടമുള്ളതാക്കിയെടുക്കാൻ, മുസ്ലിങ്ങളെ വളർത്തിയെടുക്കാൻ അഹ്സാബ് യുദ്ധത്തിലൂടെ സാധിച്ചു. കാരണം അഹ്സാബ് യുദ്ധത്തിൽ ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ട് അവർക്ക് അള്ളാഹിന്റെ സഹായം കിട്ടിയപ്പോൾ അവര് പറഞ്ഞു ഇല്ല ഖുർആൻ. മറ്റവര് പറഞ്ഞപ്പോ ഇവർക്ക് അഹ്സാബ് ശക്തികൾ മുസ്ലിമീങ്ങളുടെ നാലിരട്ടി വരുന്ന ഇസ്ലാമിക ശത്രുക്കൾ ഇങ്ങനെ ആർത്തിരമ്പി വരുന്ന കണ്ടപ്പോൾ കാപട്യമുള്ള ആളുകൾ പറഞ്ഞു അത് റസൂൽ ഞങ്ങളെ വഞ്ചിച്ചു. പക്ഷേ വിശ്വാസികളുടെ സംഗമോ അവർക്ക് അത് കണ്ടപ്പോൾ ഈമാനും ഇസ്ലാമും വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 2-3-5 വർഷങ്ങൾക്കും ആയിട്ട് എക്സ് മുസ്ലിമീങ്ങളുടെ ഒരു വിളയാട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ. ഇപ്പൊ ഏതാണ്ട് അതിന്റെ ഒക്കെ കുറ്റി അവസാനിച്ചു. ഇപ്പൊ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ തന്നെ അവരെ കൈകാര്യം ചെയ്ത് അവരുടെ പൊള്ളത്തരങ്ങൾ വിട്ട് അത് നശിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ആ എക്സ് മുസ്ലിം പരിപാടിയില്ല. അല്ലാഹു തആല മുസ്ലിം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കും യോജിക്കാവുന്ന അവസരം ഒരുക്കി തരാം. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ പല സ്ഥലത്തും മുസ്ലിം വോട്ടുകൾ ചിഹ്നവിൽ 100 ലോകസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങളുടെ വോട്ട് നിർണായകമാണ്. 100 ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം വോട്ട് നിർണായകമാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ലീഡർഷിപ്പ് ഇല്ല, നേതൃത്വമില്ല. അത് ചിഹ്നഭിന്നമായി പോവുകയാണ്. കഴിഞ്ഞ കുറെ കാലം 1-2 ഇലക്ഷനുകളിലൊക്കെ ആയി ഈ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ച് അത് ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചിലരൊക്കെ ഭീകരന്മാരായിട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഗുണമുണ്ടായി. 400 മേടിക്കുമെന്ന് പറഞ്ഞവർ അങ്ങേയറ്റം താഴേക്ക് പോരാൻ അതാണ് കാരണമായത്. ഈ പ്രവണത തുടർന്നാൽ തങ്ങൾ അധികാരത്തിൽ നിഷ്കാസിതരാകുന്ന മനസ്സിലാക്കിയവരാണ് മുസ്ലിങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത്. നമ്മൾക്ക് എന്തിന്റെ കുറവുണ്ട്? ധൈര്യസമയത്ത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നിൽക്കാലോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന വാദത്തിനെ നിരാകരിച്ച് ഇന്ത്യയിൽ നിന്നവരാ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. പാകിസ്ഥാൻ വാദം ഉന്നയിച്ചത് മുസ്ലിമീങ്ങളല്ല, നമ്മൾ ഉറച്ചു പഠിക്കണം. പാകിസ്ഥാൻ വാദത്തിനെതിരെ എതിരായി നിന്നത് ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണ്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അതുപോലുള്ള ആളുകളൊന്നും ഈ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചിട്ടില്ല. അബുൽ കലാം ആസാദും മൗലാന മൗദൂദിയൊക്കെ ഇതിന്റെ ശക്തമായ എതിരാളികളായിരുന്നു. പാകിസ്ഥാനിലേക്ക് അവസാനം പോകേണ്ടി വന്ന ഭൂമിശാസ്ത്രമായ വിഭജനത്തിൽ പോകേണ്ടി വന്ന പണ്ഡിതന്മാർ പോലും ഇന്ത്യ വിഭജനത്തിനെതിരായിരുന്നു. അതിനവർ പറഞ്ഞ കാരണം എന്താണ്? ഇന്ത്യ വിഭജിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇവിടെ അരക്ഷിതരാകും. ഇന്ത്യയിലെ ന്യൂനപക്ഷമായി മുസ്ലിങ്ങൾക്ക് ഒരു ഗതിയും കിട്ടൂല. അവിടെ ഇട്ടോ അതിന് വികസനവും ഉണ്ടാവില്ല. അവസാനം വിഭജനം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളല്ല, ഇസ്ലാം വിരുദ്ധരായ ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരിക്കലും ഞങ്ങൾക്ക് 2 രാജ്യം വേണമെന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ത്യ കാണാത്തവൻ ലണ്ടനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്ക് അതിർത്തി വരച്ച് ഇന്ത്യ 2ആയി വെട്ടിമുറിച്ച് ഇന്ത്യൻ മനസ്സുകളെയും ജീവിതങ്ങളെയും 2ആയി വെട്ടിമുറിച്ച് ആ വെട്ടിമുറിക്കപ്പെടുന്നതിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവൻ കൊടുക്കേണ്ടി വന്നു. അവസാനം എന്തുണ്ടായി? കാരണം ബ്രിട്ടന്റെ താല്പര്യമാണെന്ത്? ഇന്ത്യ ഒന്നിച്ചു കൊടുക്കരുത് എന്ന്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് പറയുന്ന 3 രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതായിരുന്നല്ലോ. അതാണല്ലോ ഇന്ത്യ. അങ്ങനത്തെ ഒരു ഇന്ത്യ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉയർന്ന മെജോറിറ്റി ടീമായി മാറിയനെ. അവരിവിടുത്തെ ഏറ്റവും പ്രബുദ്ധ ടീമായി മാറിയനെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ പ്രബുദ്ധ ടീം മുസ്ലിങ്ങളാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം പണ്ഡിതന്മാരാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടതുണ്ടെന്നും സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണെന്നും ഇന്ത്യൻ സമൂഹത്തെ പഠിപ്പിച്ചത് സാദാ മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണ്. അവർ ഖുർആനിൽ നിന്ന് കിട്ടിയ പ്രചോദനമായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ കൊല ചെയ്തതും ഇസ്ലാമിക പണ്ഡിതന്മാരെയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഡൽഹി മുതൽ കൽക്കട്ട വരെ അതിദീർഘമായ നാഷണൽ ഹൈവേയിൽ ആലിമീങ്ങളുടെ മയ്യത്ത് തൂക്കപ്പെടാത്ത മരം ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ എഴുതി വെച്ചത്. ആലിമീങ്ങളുടെ പണ്ട് ഓരോ ആലിമീങ്ങളും ഓരോ മഹാന്മാരും മുസ്ലിം നേതാക്കന്മാരും ഈ സ്വാതന്ത്ര്യ സമരത്തിന് കൊടുത്ത എത്ര ഉദാഹരണം. നമ്മുടെ പൊന്നാനി പള്ളി സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്രമായിരുന്നു.
സൈനുദ്ദീൻ മഹ്ദൂം ഫിഖിന്റെ കിതാബ് മാത്രമല്ല എഴുതിയത്, അതിനേക്കാൾ ശക്തമായി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആഹ്വാനമാണ് നടത്തിയത്. സൈനുദ്ദീൻ മഹ്ദൂം ഒരിക്കൽ പറഞ്ഞത്, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ സ്വാതന്ത്ര്യസമരം നടത്താത്ത സ്ത്രീകൾ പോലും കുറ്റവാളികളാൽ ശരിയല്ലാന്നാണ്, സ്ത്രീകൾ പോലും സമരരംഗത്തിറങ്ങണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ പൊന്നാനി കടപ്പുറത്ത് 2000 മുസ്ലിമീങ്ങളാണ് പോർച്ചുഗീസുകാർ വെട്ടി നുറുക്കി കടലിലെറിഞ്ഞത്. അങ്ങനെ പറഞ്ഞ തീരാത്ത ചരിത്രം ഈ സമുദായത്തിലുണ്ട്. ഏതെങ്കിലും ഒരുത്തനിരുന്ന് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞാൽ വീതിക്കളാകേണ്ടവരെല്ലാം കൂടെ ധൈര്യസമേതം പോകേണ്ടവരും ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയവരൊക്കെ മറ്റുള്ളവരാണ്. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നവരാരാണ്? അവരിൽ നിന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ 100 കണക്കിന് ഏക്കർ ഭൂമിയും സ്വത്തും അവസാനം വാങ്ങിയെടുത്തതാരാണ്? ഈ സമുദായത്തെ തെരുവിലേക്ക് തള്ളിയത് ഈ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോട് കൂടിയല്ലേ? ആലോചിച്ച് അവസാനം മേവാത്തിന്റെ കഥ ഞാൻ ഒരിക്കലോട് പറഞ്ഞാണ്. ഹരിയാനയിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ല മേവാത്ത് ജില്ലയാണ്. മേവാത്ത് മലപ്പുറം ജില്ലയേക്കാൾ കൂടുതൽ. മേവാത്തിലെ മനുഷ്യർ നമ്മളെക്കാൾ ദീർഘകായകരും അരോഗ ദൃഢഗാത്രനും വലിയ ശരീരത്തിന്റെ ഉടമകളുമായ ആളുകളാണ്. വലിയ സമ്പന്നരായിരുന്നു മേവാത്തിലെ മുസ്ലിങ്ങൾ, വലിയ സമ്പന്നരായിരുന്നു. അവരുടെ തൊട്ടടുത്ത പാകിസ്ഥാൻ, ആ ജില്ലയിലുള്ള ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത്, പോകരുത്, നിങ്ങൾ ഈ നാട്ടിൽ വേണം, നിങ്ങൾ ഇന്ത്യയിൽ നിന്നോളി എന്ന് പറഞ്ഞു. മേവാത്തുകാരനുസരിച്ചു. ഇന്ന് നിങ്ങൾ നോക്കിക്കോ, സ്വാതന്ത്ര്യം നേടി ഇക്കണ്ട കാലം കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ ഏറ്റവും അധികൃതമായ, ഏറ്റവും വികസനമില്ലാത്ത, ഏറ്റവും നരക ജീവിതം നയിക്കുന്ന, ഏറ്റവും ദുരിതപൂർണ്ണ ജീവിതം നയിക്കുന്ന ജനത മേവാത്തിലെ ജനതയാണ്. ഒരു സ്കൂൾ പോലും മര്യാദക്കില്ല, ഒരു കോളേജ് പോലും മര്യാദക്കില്ല. ഇവിടെ വളർന്നത് വലിയ ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രമാണ്. അതിൽ വീരുക്കളാകേണ്ടവരെല്ലാം നമ്മുടെ ധാരണത്തിൽ ഇതിൽ നിന്ന് വീരുക്കളാകാതെ ഈ വിഷയത്തെ ശരിക്കും പഠിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ പരീക്ഷ അള്ളാഹു മുസ്ലിങ്ങളോട് നേരത്തെ തെക്കീതിന്റെ മുന്നിട്ട് ഉറപ്പിച്ച് തർപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹു സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ടും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും വേദക്കാരിൽ നിന്നും ഒരുപാട് മർദ്ദന പീഡനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കണം, പിടിച്ചു നിൽക്കണം. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അന്തിമ വിജയം ഇതൊക്കെ ആയിക്കോട്ടെ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു എണ്ണം പോലെയല്ല, കൂടിക്കൊണ്ടേയിരിക്കാൻ. ലോകത്ത് ഇസ്ലാമോഫോബിയ അങ്ങനെ കത്തിയാകുകയില്ലേ? പക്ഷേ ലോകത്ത് ഇസ്ലാം ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിൽക്കുന്ന ഒരു ദർശനം ഇസ്ലാമാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ, ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മതപരമായ അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നവരും മതത്തിന്റെ മൂല്യങ്ങൾ സ്വീകരിക്കുന്നതുമായ ജനത മുസ്ലിങ്ങളാണ്. ലോകത്ത് ആരാണത്? പോപ്പ് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ക്രിസ്തു മതത്തെ ശരിക്കും ആചരിക്കുന്നത്. ഒരു ബിഷപ്പ് പോലും ക്രിസ്തു മതത്തിന്റെ ആചാരങ്ങളെ ശരിക്കും അനുഷ്ഠിക്കാത്തവരാണ്. അതേസമയം മുസ്ലിമീങ്ങൾ എന്തൊക്കെ ന്യൂനത ഉണ്ടെങ്കിലും അവരിൽ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വലിയ ആവേശം ഉണ്ടാക്കുന്ന കാര്യം. അത് മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഭീതിജനകവുമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കണം. ഇതിലെനിക്ക് ഒരൊറ്റ കാര്യമാണ് ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കുന്നത്. അതിലൊന്ന്, എന്ത് വില കൊടുത്തും സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനാണ് ചിലർ ശ്രമിച്ചത്. അതോടുകൂടി ഇത് മറ്റൊരു സംഗതിയാക്കി മേവാത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കലാപഭൂമിയോ അതല്ലെങ്കിൽ ആ സംഘർഷങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ചരിത്രമുള്ളത് കൊണ്ട് അത് നേടിയെടുക്കാനുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് പ്രകോപിതരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പ്രകോപനങ്ങൾക്ക് വിധേയമാകാതെ ഔചിത്യബോധത്തോടുകൂടി സ്നേഹത്തോടുകൂടി സമൂഹങ്ങളെ നേരിടാനും ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ പിടിച്ചു നിൽക്കാനും നമുക്ക് കഴിയാം. ചിലപ്പോൾ നമുക്ക് ബാഹ്യമായിട്ട് ആഭ്യന്തരമായി നമ്മുടെ വിജ്ഞാനവും ഇൽമും തഖ്വയും ദീനും നേടിയെടുത്താൽ ഈ സമുദായത്തൊന്നും ചെയ്യാൻ കഴിയില്ല. മുസ്ലിമീങ്ങളെ സമയത്ത് ഖുർആൻ പഠിക്കുക, മുസ്ലിമീങ്ങളെ സമയത്ത് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുക, മുസ്ലിങ്ങളെ സമയത്ത് അള്ളാഹുമായുള്ള ബന്ധത്തിന് പുറമെ ഇതര മനുഷ്യരെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്നേഹിക്കാനും ബന്ധപ്പെടാനും കഴിയണം. ആളുകളുമായുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കി തീർക്കണം. ഇപ്പൊ അങ്ങനെ അതാണ് നമുക്ക് ഏറ്റവും വരികയാണ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? ഈ സമൂഹത്തെ ഈ വർഗീയത ഇങ്ങനെ തുപ്പുന്ന, വിഷലിപ്തമായ വർഗീയത തുപ്പുന്ന, അവർക്കെതിരൊന്നും നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഇതിലൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, എന്ത് വിധേനയും തങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നൊരൊറ്റ മനസ്സിൽ സകല പാർട്ടികളും ആളുകളും എത്തിച്ചേരുമുണ്ടാകുന്ന ദുരന്തം ദൂരവ്യാപകമാണ്.
ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ട് ഒരാൾക്കും സുഖത്തിൽ ജീവിക്കാൻ പറ്റില്ല. ആർക്കും ജീവിക്കാൻ പറ്റാത്ത നാടാക്കി മാറും. മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇത് തട്ടിമുട്ടി ഇങ്ങനെ പോയാലും അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് വളരെ ഔചിത്യബോധത്തോടു കൂടി ഇതര സമൂഹങ്ങളുമായി ബന്ധപ്പെടാനും ഇടപെടാനും അവരുമായി ചേർന്ന് നിൽക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. എന്നിട്ട് അവരുടെ അവരിൽ ചില വർഗീയവാദികൾ അവർ തന്നെ തോൽപ്പിക്കുന്ന തരത്തിലേക്ക് മാറേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിൽക്കാനുള്ള അവസരം. അവിടെ ഈ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോടാന്ന് പറയുമ്പോൾ സുന്നി പോടാന്നോ മുജാഹിദ് പോടാന്നോ ജമാഅത്ത് പോടാന്നൊന്നും അല്ല പറയുന്നത്. പറയുമ്പോൾ ഇതിലെ ഒന്നാണ്. ആ വിജയന്റെ മസലിൽ വെച്ച് തർക്കിച്ചിട്ട് ഇവര് തമ്മിൽ ഭിന്നിച്ച് നിൽക്കാൻ ഒരുപാട് നോക്കും. ഇവരെ ഒരു കൂട്ടരെ ഉണ്ടാക്കുമ്പോൾ മറ്റേ കൂട്ടരെ ശത്രുക്കളെ കൂട്ടിക്കിട്ടും എന്നതാണ് പലരുടെയും കണ്ടു. ഇന്ന് മുസ്ലിം സംഘടനയും മർസിദലാം മുസ്ലിം സംഘടനയോട് എതിരുള്ള മറ്റു മതസംഘടനകൾ തങ്ങളുടെ കൂടെ വരുമെന്ന് ദുഷ്ടലാക്കാണ് പലർക്കും. ഇത് മനസ്സിലാക്കണം. അവസാനം ഇവരെയൊക്കെ ദീനില്ലാത്തവരും പഠിച്ചോരില്ലാത്തവരും ഇസ്ലാമില്ലാത്തവരും ഒക്കെ ഈ നിരീശ്വര ഭൗതിക പ്രസ്ഥാനങ്ങൾ മാറ്റിയെടുക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാം. എന്തായാലും നമ്മളിങ്ങനെ ഉറങ്ങി കഴിയേണ്ടവരല്ല. പകരം സമൂഹത്തെയും പരിസരങ്ങളെയും ശരിക്കും പഠിച്ചുകൊണ്ട് ഇസ്ലാം ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് എനിക്കറിയാലോ റോമയുടെ പരാജയം, പോർഷ്യൻ രാജ്യത്തിന്റെ വിജയം, ഇതൊക്കെ ഖുർആൻ നിരീക്ഷിച്ചുകൊണ്ട് പഠനം നടത്തുന്ന പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഇതുപോലെ സ്വന്തം രാജ്യത്ത് നമ്മുടെ അസ്തിത്വവും നമ്മുടെ വ്യക്തിത്വം ഒക്കെ എങ്ങനെ ആകണം എന്നതിനെ കുറിച്ച് ശരിക്കും പഠിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി ആഴത്തിന് പഠിച്ചാൽ PSCയും വിദ്യാഭ്യാസവും അതേപോലെ ഉദ്യോഗ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ കളികൾ നടക്കുന്നുണ്ട്. അവസാനം ഈ സമൂഹത്തെ ഒന്നല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. IAS സ്ഥലങ്ങളിലുള്ള ആളുകൾ പറയുന്നു അവിടെയും മുസ്ലിങ്ങളെ നിലക്കും മുസ്ലിമാണോ എത്ര വലിയവനാണെങ്കിലും ശരി അവൻ രണ്ടാം തരം ആക്കി തീർക്കുക എന്ന ആസൂത്രിത നിലപാട് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ശരിക്കും മറികടക്കാൻ ഒന്നിച്ചു നിൽക്കാനും മുന്നേറാനും നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഇതാണ് ഈ കുത്തുബയിലേക്ക് സൂചിപ്പിക്കുന്ന ഈ വിഷയങ്ങളെ നല്ല അവധാനതയോടുകൂടി പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.